നമസ്കാരം. ഇന്ന് ഞാൻ ഗൗരവമുള്ളൊരു വിഷയമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ വന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഹോസ്പിറ്റൽ കേസുണ്ടായി. വളരെ പെട്ടെന്ന് ഒരു എമർജൻസി കേസാണ്. വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഹൈ സ്പീഡിൽ എങ്ങനെയെങ്കിലും നമ്മൾ പാരിപ്പള്ളി ഇ എസ് ഐ അല്ല, ഇപ്പം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പക്ഷേ സംഭവിച്ചത് എന്തോന്ന് വെച്ചാൽ, അവിടെ ചെന്ന് എത്തിപ്പെട്ടിട്ട് ഡോക്ടറിൻ്റെ അടുക്ക് എത്തിക്കാൻ ഒരു സംവിധാനം അവിടെ ഇല്ല. അവിടെ ഒരു അറ്റൻഡറോ അവിടെ ഉണ്ടാവുന്ന സെക്യൂരിറ്റിക്കോ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല ഈ രോഗിയോട്. അവർ മാറി നിൽക്കുന്നത്. എവിടെയാണ് വീൽ ചെയറെന്നോ എവിടെയാണ് സ്ട്രെച്ചറെന്നോ നമുക്കറിയത്തില്ല. ഒരു രോഗിയുടെ കൂടെ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ എങ്ങനെയാണ് അവർ ആ രോഗിയെ എടുത്ത് സ്ട്രെച്ചറിലോ വീൽ ചെയറിലോ ഇരുത്തുന്നത്? ഒരു അറ്റൻഡേഴ്സും കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിലില്ല. ഞാൻ വിചാരിച്ചത് ഇപ്പോഴും പറ്റിയതാണ്. ഞാൻ ഓടിച്ചെന്ന് ചോദിക്കുക, എവിടെയാണ് സ്ട്രെച്ചർ, എവിടെ, അല്ലെ വീൽ ചെയർ എവിടെയെന്ന് ഞാൻ തിരക്കി കൊണ്ടുവന്ന് എടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മളൊരു പിന്നീടാണ് ഞാൻ ഇറങ്ങി വന്ന് നിന്നിട്ട് നോക്കിയത്, എവിടെയെങ്കിലും ഈ ഒരു സംഭവം മാത്രമാണോ നോക്കിയപ്പോൾ എല്ലാ പിന്നെ ആംബുലൻസിൽ വരുന്നത് എല്ലാ രോഗികളെയും കൂടെ വരുന്ന ആൾക്കാർ വേണം സ്ട്രെച്ചറും വീൽ ചെയറും ഒക്കെ എടുത്തുകൊണ്ട് ചെല്ലിയിട്ടത്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി കാണും. അതുകൊണ്ട് പൊതുജനങ്ങൾക്കായിട്ടാണ് ഞാനിത് പറയുന്നത്. അധികൃതരും ശരിക്കും അറ്റൻഡേഴ്സിനെ കാഷ്വാലിറ്റിയിൽ നിയമിക്കണം. അവരുടെ ജോലി പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുക്ക എത്തിക്കണം. അതിൽ ഒരു താമസവും വരുത്താൻ പാടില്ല. അല്ലാതെ അത് കൊണ്ടുവരുന്ന ആളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കാൻ പാടില്ല. ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്.